ഹായ് ഓൾ. ഈ ഇരിക്കുന്ന മാവ് കണ്ടിട്ട് നിങ്ങൾ എന്നാ വിചാരിച്ച് കോഴിക്കോട്ട ഉണ്ടാക്കാനാണെന്നോ അതോ ഇടിയപ്പത്തിനോ? പക്ഷേ അല്ല കേട്ടോ, പുട്ടിനാണ്. ഞാൻ വെള്ളം ഒഴിച്ച് ഇങ്ങനെ കട്ടയായിട്ട് തന്നെയാണ് കുഴച്ചിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് ഞാൻ ഒന്നേ മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് അടിച്ചെടുക്കാറുണ്ട്, ഇല്ലെങ്കിൽ കൈ വെച്ചാണ്. ഇപ്പോൾ കൈ വെച്ചാണ് കേട്ടോ. ഇത് ലേശം ജീരകം ഇട്ടു, പിന്നെ ക്യാരറ്റ് ഇട്ടു, എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാണ് കേട്ടോ. തേങ്ങയും ക്യാരറ്റും ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആവി ഒന്ന് നല്ല പൂട്ട് സൂപ്പർ റെഡിയായി. ആ ഇല എടുത്തുകൊണ്ട് ഒന്ന് ഏലക്ക അതൊട്ട് കുത്തിയിട്ട് വീഴുന്ന വീഴ്ച കണ്ടോ? കഴിക്കാൻ തോന്നുന്നുണ്ടോ? സൂപ്പറാണ് കേട്ടോ. അടിപൊളി എന്ന് വെച്ചാൽ ചില്ലൊക്കെ ഞാൻ മാറ്റി. എന്നിട്ട് എനിക്ക് വാഴയിലേക്കകത്ത് പുതിയ ഭക്ഷണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ആ ഇലയുടെ ടേസ്റ്റ് അതിന് വേണ്ടിയാണ് മൂടി പിടിച്ചതാണ്. എൻ്റെ ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മാറ്റി വെച്ചു. പഴങ്ങളെ കൂട്ടി ഒരു പിടിക്കാൻ പോവാണ് കേട്ടോ. രാവിലെ തന്നെ ഒന്നും നോക്കുന്നില്ല. സൂപ്പറാണ് കേട്ടോ. നമുക്ക് എന്നാ പറയുന്നത്, ചോറ് കഴിക്കാനൊക്കെ ഇഷ്ടമില്ലാത്തവർക്കോ അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഉച്ചയ്ക്കും ഒക്കെ ഇങ്ങനെ ഡിന്നറിനോ ലഞ്ചിനോ ഒക്കെ കഴിക്കാൻ പറ്റും കേട്ടോ. ഇതാകുമ്പം പച്ചക്കറിയും ഉണ്ട്. നല്ല സൂപ്പറല്ലേ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾക്ക് വേണോ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.